ഹായ്, PSC വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അതായത് PSC ഡേ ഇൻ മൈ ലൈഫാണ്. PSC പഠിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു പഠന രീതിയും ടൈമും എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതെല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് ഫോളോ ചെയ്ത് നോക്കൂ. ഇതുപോലെ നിങ്ങളുടെ സ്റ്റഡീസൊക്കെ 8 മണിക്കൂറിൽ കൂടുതൽ നമുക്ക് ടൈം കിട്ടും കേട്ടോ. മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. രാവിലെ 5:30 ആവാനായിട്ടോ. അതാ കണ്ടില്ലേ നിങ്ങൾ, 5:28 എഴുന്നേൽക്കുമ്പോൾ. എന്നിട്ട് പല്ലൊക്കെ തേപ്പൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം ഞാൻ വീഡിയോ എടുത്തേ. എന്നിട്ട് ഇതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, ചായ വെക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ക്ലാസ് ഓൺ ചെയ്ത് വിടും. പിന്നെ YPTയിൽ ഞാൻ ടൈം ഓൺ ആക്കിയിട്ടോ. ടൈമർ വെച്ചിട്ടാണ് പഠിക്കുന്നത്. എത്ര മണിക്കൂർ പഠിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ടൈമർ ഇട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ക്ലാസ്സുകൾ, യൂട്യൂബിലത്തെ ക്ലാസ് ആണെങ്കിലും ശരി, ഇരുന്ന് പഠിക്കുകയാണെങ്കിലും ശരി, അതൊക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനുശേഷം ചായയൊക്കെ കുടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ടൈം ടേബിൾ ഇടാൻ പോവാണേ. ഇന്ന് എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിടാൻ പോണേ. വലിയ പ്ലാനൊന്നുമില്ല, എന്നും ചെയ്യുന്ന കാര്യം തന്നെ കേട്ടോ. അത് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണാൻ ഞാൻ ചെയ്തിട്ട് ടിക്കറ്റ് വെച്ചത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. എൻ്റെ ടൈം ടേബിളിൽ ഡെയിലി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഉണ്ടാവും കേട്ടോ. അതിൽ ഇംഗ്ലീഷും മലയാളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നോക്കുക. മാത്സ് ടോപ്പിക് വൈസ് നോക്കാറുണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രമേ നോക്കാറുള്ളൂ കേട്ടോ. പിന്നെ അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഇതും കൂടി ഇടും. പക്ഷെ അത് ഞാൻ എഴുതാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ലാസ്റ്റ് എഴുതുന്നുണ്ടേ, അതുകൂടി നോക്കും ഞാൻ. എന്നിട്ട് നേരെ ഫസ്റ്റ് നമ്മളുടെ പുതിയ SCERT ആണ് നോക്കുന്നത്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അതാട്ടോ നോക്കിയത്. അതൊരുപാട് വലിയ ചാപ്റ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇരുന്ന് നോക്കിയിട്ടില്ല. രാവിലെ തന്നെ കുറച്ചേ നോക്കിയിട്ടുള്ളൂ. കാരണം 8 മണിയാകുമ്പോഴേക്കും ഹസ്ബൻഡിന് പോകണം. അപ്പോഴേക്കും ചോറും കറിയും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആവണം കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം രാവിലെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേഗം പകുതിയെ നോക്കിയുള്ളേ, ബാക്കി പിന്നെ നോക്കാമെന്ന് വെച്ചിട്ട്. എന്നിട്ട് നേരെ പോയി അടുക്കളയിലെ പണികളെല്ലാം ഒരുക്കായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളയിൽ ഈ പണി ചെയ്യുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ക്ലാസ് കാണുന്നുണ്ട്. അതിനുശേഷം ഈ പണിയെല്ലാം എൻ്റെ 8 മണിയാകുമ്പോഴേക്കും റെഡിയായി. എല്ലാ പണിയും കഴിഞ്ഞ് അതിനുശേഷം ഞാൻ പോയി വർക്കൗട്ട് ചെയ്തു കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കും, എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് കേട്ടോ. അതിനിപ്പോൾ പഠിക്കാൻ എത്ര ഉണ്ടെങ്കിലും ശരി, എൻ്റെ ഹെൽത്തിനും എനിക്കും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം മാറ്റി വയ്ക്കും. അപ്പം അങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്ന് പിന്നെ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇഡ്ഡലി ആയിരുന്നേ. അതിനുശേഷം വീടൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വിടാനുണ്ടായിരുന്നു. പിന്നെ ആ പണികളാണ് ചെയ്യുന്നത്. ഈ സമയത്തൊക്കെ ഞാൻ ഇയർഫോൺ വെച്ചിട്ട് ക്ലാസ് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുകയും ആ ഒരു 8 മണിക്കൂർ പഠനം എന്ന് പറഞ്ഞില്ലേ, അതിൽ ഇതെല്ലാം പെടും കേട്ടോ. നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ ആ ഒരു ടൈമെല്ലാം ഞാൻ ഇൻക്ലൂഡ് ആക്കും. അതിനുശേഷം പിന്നെ മക്കൾക്ക് ദോശ മതി എന്ന് പറഞ്ഞു കേട്ടോ. അവർക്ക് ഇഡ്ഡലി അത്ര ഇഷ്ടമല്ല. അപ്പോൾ തന്നെ ദോശ ചുട്ടുകൊടുത്തു. പിന്നെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. കുളിയെല്ലാം കഴിയുമ്പോഴേക്കും 10:30 ആയിട്ടോ ടൈം. അതിന് ശേഷമാണ് പിന്നെ ഞാൻ ബുക്ക് എടുത്ത് പഠിക്കാനിരിക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയെല്ലാം മുറിച്ച് കഴിച്ച് നമ്മളെ ബാക്കി ഉണ്ടായിരുന്നില്ല SCERTയിൽ, അതുകൂടി പഠിക്കുകയാണ് ഈ സമയത്ത്. എൻ്റെ തന്നെ ചില ഫ്രണ്ട്സ് പറയാറുണ്ട് കേട്ടോ, എന്തിനാ നീ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുന്നത്? ഓരോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് വന്ന് പഠിച്ചുകൂടെ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒട്ടും പറ്റുന്നില്ല കേട്ടോ. ഓരോരുത്തർക്കും ഓരോരോ രീതിയായിരിക്കും. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ പഠിക്കാൻ വന്നിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നുക, ഇനി ആ ഒരു ജോലി കിടപ്പുണ്ടല്ലോ, അതിന് ചെയ്തിട്ട് വേണ്ടേ ബാക്കിയുള്ളത് ചെയ്യാൻ, കുളിക്കാൻ, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവും. പിന്നെ എനിക്ക് രാവിലെ തന്നെ കുളിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. ഉച്ചയ്ക്ക് വൈകിട്ട് കുളിക്കാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ എല്ലാം കഴിഞ്ഞിട്ടേ പഠിക്കാനിരിക്കുള്ളൂ കേട്ടോ. അതുവരെയ്ക്കും ഞാൻ വീഡിയോ ക്ലാസ് കാണുക. അപ്പം തന്നെ ഒരു 2-3 മണിക്കൂറോളം എൻ്റെ പഠനം വീഡിയോ ക്ലാസ്സിലൂടെ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഒരു 2-2.25 മണിക്കൂർ എന്തായാലും എൻ്റെ വീഡിയോ ക്ലാസ്സിലൂടെ തന്നെ ടൈം പഠനത്തിനായിട്ട് പോയിട്ടുണ്ടാവും. അതിന് ശേഷമാണ് ഞാനൊന്ന് ബുക്ക് എടുത്ത് പഠിക്കാതിരിക്കുക. ഈ ന്യൂ SCERTയിൽ ഞാൻ LGSന് വരുന്ന ചാപ്റ്ററുകളെല്ലാം പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമ്മളുടെ ഒരു LDC, VFA, BUK-LD ഒക്കെ വരുന്നുണ്ടല്ലോ എക്സാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടി നമ്മൾ പഠിക്കണമല്ലോ. LGS മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, ഞാനൊരു 10th ലെവൽ എക്സാമിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ LGS ആകുമ്പോൾ ഇപ്പോൾ അടുത്ത് പ്രിലിംസ് ഒക്കെ വരുന്നതുകൊണ്ട് ആ ഒരു ചാപ്റ്റർ നോക്കിയെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് VFA ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചാപ്റ്ററൊക്കെ പഠിച്ച് നന്നായിട്ട് തന്നെ റിവിഷൻ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുടങ്ങിയത് കേട്ടോ. ഇപ്പോൾ LGSൻ്റെ സിലബസ് എൻ്റെ ഏകദേശം കഴിയാനായി. അതിനിപ്പോൾ റാങ്ക് ഫയലിലാണെങ്കിലും ചെറിയൊരു ഭാഗം മാത്രമേ എനിക്ക് തീർക്കാനുള്ളൂ കേട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഓൾ ഡേയ്സ് ആയിട്ട് ഞാനൊരു വീഡിയോ ക്ലാസ് കണ്ടിട്ടാട്ടോ പഠിച്ചതിൻ്റെ ബുക്കെല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അടിയിൽ ഷെൽഫിൽ എടുത്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് ഇനി എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു വീഡിയോ ക്ലാസ്സാണ് കണ്ടത്. ഞാൻ പറഞ്ഞില്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും നോക്കാറുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ എഴുതാൻ വിട്ടുപോയത് കൂടി എഴുതിയിട്ട് അത് നോക്കിയതുകൊണ്ട് ഞാൻ ടിക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ റാങ്ക് ഫയലാണ് നോക്കുന്നത്. അപ്പോൾ അതിലിനി കമ്പ്യൂട്ടറിൻ്റെ ഒരു ഭാഗമൊക്കെ ഉണ്ടോ പഠിക്കാനുള്ളത്. അപ്പോൾ അതിരുന്ന് പഠിക്കണം. ഇതിൻ്റെ ഇടയിലെല്ലാം കുട്ടികൾ ചില സമയത്തൊക്കെ വരുന്നുണ്ട്. അവർ ഓരോന്ന് എന്നോട് ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മാങ്ങ മുറിച്ച് തരാൻ പറയും, അതല്ലെങ്കിൽ വെള്ളം നിറച്ച് തരാൻ പറയും അവരുടെ ബോട്ടിലിൽ. അങ്ങനെ ഓരോരോ പണികൾ അവരും തരും ഇടയ്ക്ക്. അപ്പോൾ ഇടയ്ക്ക് അതിന് വേണ്ടിയിട്ടും ഇങ്ങനെ എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും ചില സമയത്ത് 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ അങ്ങനെ ഇരുന്ന് പോണ ടൈമിൽ നമ്മൾ ചിലപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ ഞാൻ എണീക്കാതെ ഇരുന്ന് പഠിക്കും കേട്ടോ. പിന്നെ ഇൻട്രസ്റ്റ് കുറവുള്ളതാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോവുക. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഇൻട്രസ്റ്റ് എനിക്ക് പോയപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ആ ഭാഗമൊക്കെ അല്ലേ ഇൻട്രസ്റ്റ് പോയപ്പോൾ എഴുന്നേറ്റ് വന്ന് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ചെടികളുടെ ഒരു പച്ചപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു ആശ്വാസം കിട്ടും കേട്ടോ. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ വേനലായതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിട്ടൊക്കെ കരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ പോയി വന്നിട്ട് പിന്നെ ഒന്ന് വന്നിരുന്ന് പഠിക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഉഷാറായിട്ടുണ്ടാവും. പിന്നെ ഇനിയൊരു ഓൺലൈൻ ക്ലാസ് കൂടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് ഏതാണ് നല്ലൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റവും നല്ലത് എന്നൊക്കെ ഞാനൊന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്ന് പഠിത്തമൊക്കെ കഴിയുമ്പോഴേക്കും പിന്നെ ഉച്ചയായി കേട്ടോ. ഉച്ചയായപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഫുഡുകളാണ്. നമുക്ക് മാങ്ങാക്കറിയുണ്ട്, അതേപോലെ കോവയ്ക്ക പൊരിച്ചതുണ്ട്, പിന്നെ മുരിങ്ങയിലയും പരിപ്പും കൂടിയിട്ടുള്ള കറിയുണ്ട്. അപ്പോൾ അതെല്ലാം കഴിച്ച് വന്നതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം ഞാൻ മാത്സ് ആണ് കേട്ടോ. പിന്നെ ഒരു 3/4 മണിക്കൂറോളം മാത്സ് നോക്കി. ആ മാത്സ് നോക്കി കഴിഞ്ഞത് എനിക്ക് ഷുഗർ ക്രേവിങ്സ് വന്ന് എന്തെങ്കിലും കഴിക്കണം തോന്നി മധുരമുള്ളത്. അപ്പം ഞാൻ വന്ന് ചക്ക വരട്ടിയതാണ് കേട്ടോ. ഇത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് കുറച്ചെടുത്ത് കഴിച്ചു. അതിനുശേഷം നേരെ വന്ന് ഇപ്പം ഞാൻ ടേബിളിലൊന്നും അല്ല ബെഡിലാണ് പോയിരുന്നിരിക്കുന്നത്. ബെഡിൽ കിടക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കമിഴ്ന്ന് കിടന്നിട്ടാണ് പഠിക്കുന്നത്. കിടന്ന് പഠിക്കരുത്, ഉറക്കം വരും. പക്ഷേ എന്തോ ആ സമയത്ത് എനിക്ക് ഇരുന്ന് പഠിക്കാനുള്ളൊരു മൂഡ് ഉണ്ടായിരുന്നില്ല. ഉച്ച സമയമല്ലേ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ മലയാളമാണ് നോക്കണത് കേട്ടോ. ഇത് കുറേ ഈ ബുക്ക് ഞാനിപ്പോൾ എടുത്തിട്ട് ഇത് ഏകദേശം കഴിയാനായി. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ഭാഗങ്ങളും കൂടി നോക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം നോക്കിയിട്ടുള്ള ആ ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുകയാണ് കേട്ടോ. ഒന്ന് റിവിഷൻ ചെയ്യണ പോലെ നോക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ക്ലാസ്സൊക്കെ കാണുക. ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുകയല്ല. അപ്പോൾ വീഡിയോ ക്ലാസ് കാണിക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു ഫോണിൽ വീഡിയോ എടുക്കണം. എൻ്റെ കയ്യിൽ ഈ ഒരൊറ്റ ഫോണേ ഉണ്ടായിരുന്നുള്ളൂ ആ ടൈമിൽ. അതുകൊണ്ട് തന്നെ പിന്നെ ഹസ്ബൻഡിൻ്റെ ഫോണൊക്കെ ഹസ്ബൻഡ് പോയതുകൊണ്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ബുക്കിലായിട്ട് കാണിച്ചതാട്ടോ. അല്ലെങ്കിൽ ഞാൻ വീഡിയോ ക്ലാസ്സാണ് അധികം കാണിക്കുക. അപ്പോൾ ഞാൻ കുറേ ഇരുന്ന് പഠിച്ചു, നടന്ന് പഠിച്ചു, അങ്ങനെ കുറേ നേരം മലയാളം ഇരുന്ന് പഠിച്ച് അങ്ങനെ ഒരു 3 മണി വരെ അത് പഠിച്ചുള്ളൂ. പിന്നെ ഞാനൊരു 4 മണി വരെ റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ കംപ്ലീറ്റ് ആക്കിയ ഭാഗങ്ങളെല്ലാം ഞാൻ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഞാൻ നോക്കിയിട്ടുണ്ട് ആ ഒരു 3 മണീൻ്റെ ഉള്ളിൽ. എന്നിട്ട് പിന്നെ വൈകിട്ട് ചായ എല്ലാം വെച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഒരു പ്രീവിയസ് ഇയർ ബുക്ക് ഞാൻ നോക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ ഈ ബുക്കാണ് നോക്കാറെന്ന്. അപ്പോൾ ആ ഒരു ബുക്കാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് നേരം എന്നിട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ തുണികളൊക്കെ മടക്കി വെക്കാനുള്ളത് മടക്കി വെച്ചു. അതിനുശേഷം നേരെ വന്നു നമ്മുടെ 10th ലെവലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക് റിലേറ്റഡ് ഫാക്റ്റൊക്കെ ആയിട്ടുള്ളത് ഞാൻ ഇന്നലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു ബുക്കാണ് പഠിക്കുന്നത് കേട്ടോ. ഇതിൽ ഒരുപാട് ഫാക്റ്റുകളുണ്ട്. അപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ മോള് മാങ്ങ ജ്യൂസ് പോലെ ആക്കി തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ അമർത്തി നമ്മൾ ജ്യൂസ് പോലെ ആക്കിയിട്ട് കഴിക്കില്ലേ. അപ്പോൾ അങ്ങനെ ആക്കി തരുന്നോട്ട് വന്നപ്പോൾ അതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുറ്റത്ത് തന്നെ അവരെല്ലാവരും കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരെയും നോക്കാം, പഠിക്കുകയും ചെയ്യാം. ആ ഒരു ഉദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ അത് കുറച്ച് നേരം പഠിച്ചു. ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഇടയ്ക്ക് കോളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് കോളൊക്കെ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്ത്. പിന്നെ അങ്ങനെ രാത്രിയായി. പിന്നെ ഒരു 7 മണിക്കാണ് പഠിക്കാനിരുന്നത്. വീണ്ടും പഠിക്കുന്നത് SCRT കേട്ടോ. ഇതൊക്കെ റിവിഷനാണ്. ഞാൻ ഫുള്ള് പഠിച്ചു കഴിഞ്ഞതാട്ടോ. ഇതിപ്പോൾ സോഷ്യൽ സയൻസ് ആണ്. ഇത് ഞാൻ ഫുള്ള് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ആദ്യം തൊട്ട് റിവിഷൻ ചെയ്യണം. അതേപോലെ തന്നെയാണ് സയൻസും ഈ ഒരു ബുക്കിൻ്റെ ഞാൻ ഫുള്ള് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അതും ആദ്യം തൊട്ട് റിവിഷൻ ചെയ്യണം. അത് പിന്നെ ഞാൻ കുറച്ചായിട്ടുണ്ട് കേട്ടോ റിവിഷൻ ചെയ്തിട്ട്. അപ്പോൾ അതും കൂടി പഠിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കണ്ടില്ല കുട്ടികൾ ആ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇടയ്ക്ക് അടി കൂടുന്നുണ്ട്. ഇടയ്ക്ക് അത് സോൾവ് ചെയ്യുന്നുണ്ട് ഞാൻ. അങ്ങനെ പിന്നെ അങ്ങനെ അവർക്കും ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചിട്ടാ. ഞാൻ ഗോതമ്പ് പുട്ടും പഴമാണ് കഴിച്ചിട്ടുള്ളത്. പിന്നെ രാത്രി കുറച്ച് നേരം പുറത്തു വന്നിരുന്നു. ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നല്ല കാറ്റ്
ആയിട്ടുണ്ടായിരുന്നു, മഴ വരുന്നത് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തില്ല, പക്ഷെ നല്ല തണുപ്പും കാറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോൾ കുറച്ച് നേരം പുറത്തിരുന്നിട്ട് പിന്നെ ഉള്ളിൽ വന്നിരുന്ന് കറണ്ട് അഫയേഴ്സ് മാത്രം നമ്മൾ ആ ഒരു ടൈം ടേബിളിൽ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി എഴുതിയെടുക്കുകയാണ് കേട്ടോ. ഡെയിലി കറണ്ട് അഫയേഴ്സ് കൂടി എഴുതിയെടുത്ത ശേഷം ഇന്നത്തെ പഠനം അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഞാൻ കുറച്ച് വീഡിയോ ക്ലാസ് കാണുക, അത് കിടക്കാൻ നേരത്താണ് കാണുക. അങ്ങനെ വീഡിയോ ക്ലാസ്സും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇന്നത്തെ പഠനം അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഒരു 8 മണിക്കൂറിൽ കൂടുതലുള്ള ഞാൻ ഇന്ന് പഠിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുമെന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇതുപോലൊരു പീസ്ഫുള്ളായിട്ട് പോകുന്ന ഒരു ദിവസമാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതല്ലാതെ വല്ല കല്യാണം വരിക, അല്ലെങ്കിൽ ഇടയിൽ കുട്ടികൾക്ക് വയ്യാതാവുക, നമുക്ക് വയ്യാതാവുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ എൻ്റെ പഠനം കുറച്ച് കുറഞ്ഞു പോവുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാനൊരു ഇങ്ങനെയും ഒരു 6 hours പ്ലസ് നോക്കാറുണ്ട് കേട്ടോ മാക്സിമം പഠിക്കാൻ. പിന്നെ മണിക്കൂറിലല്ല കാര്യം, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഇരുന്ന് പഠിക്കുന്നതിൽ തന്നെയാണ് കാര്യം കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തുള്ള ആ പഠനമൊക്കെ എനിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് തരുന്നതാണ്. അതേപോലെ ഓരോരുത്തർക്കും ഓരോ പീക്ക് ടൈം ഉണ്ടാവില്ലേ, ആ ടൈമിൽ നന്നായിരുന്നു പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടൈം കിട്ടാത്തവർ വിഷമിക്കേണ്ട. രാവിലെ വൈകുന്നേരം നിങ്ങൾക്ക് ഏത് ടൈമാണ് ഇഷ്ടപ്പെടുന്ന ആ ടൈമിലിരുന്ന് നിങ്ങൾക്ക് ഏറ്റവും ടഫുള്ള ഭാഗം നന്നായിരുന്നു പഠിക്കുക കേട്ടോ. തീർച്ചയായും നിങ്ങൾക്കും നല്ലതുപോലെ പഠിച്ചെടുക്കാൻ പറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും ബൈ.